ഒരു ചെറിയ സാക്ഷ്യം. അതെൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഈ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്കൊരു സംശയമുണ്ടായി. ഈ ഭൂലോകത്തെ ഭരിക്കുന്നത് ആരാണ്? ആരുടെ നീതിയാണ് ഈ ലോകത്തിലുണ്ടാകുന്നത്? ഇന്ന് ബൈബിൾ വായിച്ച ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഭൂലോകം മുഴുവൻ വെള്ളം മുങ്ങി ആർക്കും അതിനെ നിയന്ത്രിക്കുവാൻ സാധ്യമായില്ല. ദൈവം അതിനെ കൺട്രോൾ ചെയ്യും. ഇന്ന് നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര വെള്ളപ്പൊക്കമാണ്. ആര് വിചാരിച്ചിട്ടും അതിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഭൂലോകത്തെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ. അന്ന് എനിക്ക് അതിൽ പൂർണ്ണ വിശ്വാസമില്ല. ഞാനതുകൊണ്ട് ദൈവത്തോട് പല സംശയങ്ങളും ചോദിച്ചു. ദൈവം അതിന് അനേക മറുപടികൾ എന്നോട് പറഞ്ഞു. ഞാൻ റാന്നി തൃക്കോമല ആണ് ഞങ്ങളുടെ കുടുംബം. വടക്കത്ര ഞങ്ങളുടെ വീട്ടുപേര്. അവിടെ ഞങ്ങൾക്കൊരു 250 മുസ്ലിം ഫാമിലികൾ ഉണ്ടായിരുന്നു. അവരായിരുന്നു കുറേയൊക്കെ ആ ദേശത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും പ്രശ്നങ്ങൾ നടുവിൽ പ്രവർത്തിക്കുന്നതും അവരുടെ ആഗ്രഹം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ തിരക്കിയപ്പോൾ പലരും എന്നോട് പറഞ്ഞു, അവര് മന്ത്രവാദത്തിലൂടെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അപ്പം ഇത് കേട്ടപ്പോൾ ഞാൻ പലരോട് ചോദിച്ചത് ശരിയാണ്. അനുഭവങ്ങൾ കണ്ട പല വ്യക്തികളും എന്നോട് പറഞ്ഞു അത് സത്യമാണ്. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. അതിനുള്ള മന്ത്രവാദങ്ങളുടെ അവരുടെ അറബിക് ലാംഗ്വേജിലുള്ള അവർ നിയന്ത്രിക്കുന്നത്. അപ്പോഴെനിക്കൊരു ആഗ്രഹമുണ്ടായി, അങ്ങനെയെങ്കിൽ ഈ മന്ത്രവാദം ഒന്ന് പഠിച്ച് എനിക്കെന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? ഞാൻ അനേകരോട് അതേക്കുറിച്ച് ചോദിച്ചു. പക്ഷെ ആരും എനിക്ക് തരുവാൻ തയ്യാറായില്ല. പിന്നീട് ഒരു നാളിൽ ഒരു വ്യക്തി എനിക്ക് ഒരു മന്ത്രം നൽകി. അത് ശത്രുവിനെതിരെ ഉള്ളതാണെന്ന് പറഞ്ഞു. ഞാനത് വളരെ സൂക്ഷിച്ച് വച്ചിരുന്നു. ഒരിക്കൽ എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലിയുമായിട്ട് അല്പം തർക്കമുണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ മന്ത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കിയാൽ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു. അത് കടുകുമണിയിൽ ജപിച്ച് എറിയുന്ന ഒരു മന്ത്രമാണ്. ഞാനത് തീരുമാനിച്ചു. അത് പറഞ്ഞതുപോലെ ചെയ്തു. എൻ്റെ അയൽവക്കത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിട്ടു. ആ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇത് എറിയണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ വലിയ ഒരു കലഹമുണ്ടായി. ഒരിക്കലും ഞാൻ ആ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം കേട്ടിട്ടില്ല. അപ്പോഴെൻ്റെ സുഹൃത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ആ മന്ത്രം ഫലിച്ചു, അതെനിക്കും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എത്രത്തോളം ഫലിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി ഇതിനെ ഉപയോഗിക്കുവാൻ തയ്യാറായി. അതിന് തയ്യാറായപ്പോൾ ഞാൻ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. തിരികത്തിച്ചു. ചില കാര്യങ്ങളൊക്കെ അതിന് ചുറ്റും ഇടണം. അതൊക്കെ ചെയ്ത് എല്ലാം ശരിയാക്കി. എൻ്റെ മന്ത്രവും കൊണ്ടുവന്ന് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തരത്തിലും അത് വായിക്കുവാൻ ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നില്ല. ദൈവം എന്നോട് പറയുന്നു, ഈ വിശുദ്ധ ബൈബിൾ ഒന്ന് തുറന്ന് വായിക്കണം. ഞങ്ങളുടെ ഒരു കണ്ണാടി അലമാരിയിൽ ഒരു ബൈബിള് കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബൈബിള് തുറന്ന് വായിച്ചു. ഞാൻ ബൈബിളൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഒറ്റ വാചകം മാത്രമേ ഞാൻ അതിനകത്ത് കണ്ടുള്ളൂ. ദൈവം പറഞ്ഞത്, നീ
അത് വിട്ടുമാറി കടന്നു പോകുക. അത് എവിടെയാണെന്ന് എനിക്ക് അന്നറിയില്ലായിരുന്നു. ഞാൻ പേന കൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു ലൈൻ വരച്ചു. അത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് സദൃശ്യവാക്യത്തിലായിരുന്നു. അത്ര ശ്രേഷ്ഠമായ വിധത്തിൽ ദൈവത്തിന്റെ ഒരു മറുപടി കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന് വലിയ ആവേശമുണ്ടായി. ഞാൻ എനിക്ക് കിട്ടിയ മന്ത്രങ്ങളെല്ലാം ആ തീയിൽ കത്തിച്ചു. അതിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. അത് പിന്നീട് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നീട് ഞാൻ ദൈവത്തോട് അനേക കാര്യങ്ങൾ ചോദിച്ചു. ഈ മന്ത്രം നടന്ന ആ വീട്ടിൽ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായി. അവര് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ ഒരു വ്യക്തിക്ക് 3 തലമുറ പുറമോട്ടും 3 തലമുറ മുന്നോട്ടും ഉള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് അദ്ദേഹം പറയും. അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. അതുകൊണ്ട് എൻ്റെ ഫാദറും ഞാനും അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ വീട്ടിലൊരാൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അവര് പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 3 വർഷമായിട്ടും യാതൊരു ഫലവുമില്ല. ഡോക്ടർ പറഞ്ഞു ഇതിന് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതിനാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു ഈ വീടിന് 4 ചുറ്റും ഓരോ മന്ത്ര തകിടുകളുണ്ട്. അത് എടുത്ത് നശിപ്പിച്ച് കളയണം എന്ന് പറയും. അത് തമിഴിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ വീടിന്റെ മുമ്പില് കടുകുമണി കിടപ്പുണ്ട്. അദ്ദേഹം ഒരിക്കലും ആ പ്രദേശത്ത് വന്നിട്ടുള്ളവരല്ല, ഞങ്ങളെ ആരെ അറിയുന്നവനല്ല. ഞാൻ അവിടെ കടുകുമണി ജപിച്ചു വിതറിയത് എനിക്കല്ലാതെ എൻ്റെ പേരൻസിനോ വേറെ ഒരു വ്യക്തിക്കും അറിയത്തില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ഭയപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇത് ഞാനാണെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചില പ്രതിസന്ധിയിലാകും എന്ന് വിചാരിച്ചു. ഏതായാലും അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയതല്ലാതെ പിന്നീടൊന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് ആ ദൈവം കാണിച്ച വലിയ ആ അനുഭവത്തോട് വലിയൊരു പ്രത്യാശയും ധൈര്യവും ഉണ്ടായി. കാരണം അവിടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഭൂലോകത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ നമ്മൾക്ക് സാധ്യമല്ല. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നടക്കുകയില്ല. എല്ലാം നമ്മുടെ കൺട്രോളിലല്ല നടക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ നാം സ്നേഹിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിൽ തീർച്ചയായിട്ടും അത് പറയുന്നുണ്ട്. ഈ ഭൂലോകത്തില് അനീതി പ്രവർത്തിക്കുന്നവര് അനേക വ്യക്തികൾ ഉണ്ട്. മോശ ഫറവോൻ രാജാവിന്റെ അടുത്ത് ചെന്നപ്പോൾ ദൈവത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്തു. ഫറവോൻ തൻ്റെ മന്ത്രവാദികളോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കണം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 18-19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ വിരലാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമുക്കറിയാം, മോശ പ്രാർത്ഥിച്ചിട്ട വടി ഒരു പാമ്പായി. അവരും ഒരു പാമ്പിനെ അവിടെ ഇട്ടു. എന്നാൽ മോശയുടെ പാമ്പ് അവരുടെ പാമ്പിനെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഈ ലോകത്തിൽ പൈശാചിക പ്രവൃത്തികളുണ്ടെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൽ അടിസ്ഥാനമിടുന്നവർക്ക് ആ പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വരില്ല. ദൈവം അവരെ കരുതും. ഇന്ന് ഇവിടെ അച്ഛൻ വായിച്ച വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞ മറുപടി, ഈ ഭൂലോകത്തില് നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി
ഞാൻ ജീവിച്ച് സ്വാർത്ഥതയോടെ ജീവിച്ചാൽ നമ്മുടെ ജീവിതം നശ്വരമാണ്. എന്നാൽ നാം നമ്മുടെ സ്വന്തം ജീവനെ വെടിഞ്ഞ് ദൈവത്തിനു വേണ്ടി ജീവിച്ചാൽ നാം സ്വർഗപരദീസയിലേക്ക് കടക്കും. അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം, എനിക്ക് പ്രസാദകരമായ ഉപവാസം അനാഥനെയും വിധവയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും വിശപ്പുള്ളവന്റെ വിശപ്പ് തീർക്കുന്നതുമാണ്. ദൈവം തൻ്റെ അന്ത്യന്യായവിധിയിൽ കുഞ്ഞാടുകളെ ഇടത്തും വലത്തുമായിട്ട് തിരിക്കും. വലതേതിനടുത്ത കുഞ്ഞാടുകളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്വർഗപ്രദേശത്തിലേക്ക് കടത്തും. അടുത്ത ഭാഗത്തുള്ളവരോട് പറയുന്നതും അറിയാം, അവരെ ചെയ്യാഞ്ഞത് കൊണ്ട് അവരെ നരകത്തിലേക്ക് വിടുന്നുവെന്നാണ് പറയുന്നത്. ഇത് ബൈബിള് ആദ്യാവസാനം വായിച്ചാൽ നമുക്കതിനകത്ത് സംശയമൊന്നുമില്ല. നമ്മുടെ സ്വന്തം സ്വാർത്ഥതയിൽ, സ്വന്തം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ നാം എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഒന്നും പൂർത്തീകരിച്ച് നമുക്ക് ഫലം ലഭിച്ചുവെന്ന് വരികയില്ല. ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ അനീതികൾ ലോകമെമ്പാടും കാണുന്നുണ്ട്. നീതിയോടുകൂടി ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്നവര് വളരെ ചുരുക്കമാണ്. ഇന്ന് തിരുവോണത്തിന്റെ ദിവസമാണ്. ഇന്ന് ആരും തിരുവോണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ തിരുവോണം മഹാബലിയുടെ ഭരണമായിരുന്നു. സാക്ഷാൽ മഹാബലിയുടെ ഭരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അത് അവിടെ പറയുന്നത്, അവിടെ നാം കേട്ട ഒരു ഭാഗം, മാവേലി നാടുവാണിടുക്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനും, കള്ളപ്പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അതായിരുന്നു മഹാബലിയുടെ ഭരണം. എല്ലാവരെയും ഒരുപോലെ കണ്ടു. കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഒന്നുമില്ലാതെ ഭൂലോകത്തെ ഭരിച്ചു. പ്രവരൻ മഹാബലി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ അപ്രകാരം ഒരു ദൈവം ഈ ഭൂലോകത്തെ നീതിയോടുകൂടി ഭരിക്കുവാൻ പോവുകയാണ്. അദ്ദേഹം 1000 ആണ്ട് ഈ ഭൂലോകത്തെ ഭരിക്കും. അന്ന് 1000 ആണ്ട് ഭരിക്കുമ്പോൾ ലോകത്തെ നീതിയോടുകൂടിയാണ് അദ്ദേഹം ഭരിക്കുവാൻ പോകുന്നത്. ഇന്ന് അനീതി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അന്ന് ദൈവം മറുപടി പറയും. നീതിയോടുകൂടി പ്രവർത്തിക്കുന്നവരെ അന്ന് ദൈവത്തിന്റെ സിംഹാസനത്തിൽ അവരും ഇരിക്കും. ആ ദൈവം അന്ന് ഭരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, സിംഹം കാളയ്ക്കൊപ്പം പുല്ല് തിന്നുമെന്ന്. എന്ന് പറഞ്ഞാൽ ആ മഹാബലിയുടെ ഭരണത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്, എല്ലാവരെയും ഒരുപോലെ തന്നെ പരിഗണിക്കും. ദൈവത്തിന് സ്വാർത്ഥതയില്ല. ദൈവം കരുതുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെയും ഇന്ന് അമേരിക്കയിലെ സ്ട്രീറ്റിൽ കിടക്കുന്നവരെയും ദൈവം ഒരുപോലെ തന്നെ പരിഗണിക്കും. അതുകൊണ്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അനാഥനെയും വിധവയും മറന്നു പോകാതെ പാപങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ സ്വാർത്ഥതകൾ വെടിഞ്ഞ് ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അപ്രകാരം കണ്ട ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മാച്ചൻ തിരുമേനി. എൻ്റെ അമ്മയുടെ സഹോദരനായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി. അത് ഗീവർഗീസ് മാറോസ്താത്യോസ് സ്മരണയുടെ സ്നേഹ തീരങ്ങളിൽ ലോകത്തിലെ സകല രാജ്യങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച എൻ്റെ അമ്മയുടെ സഹോദരൻ എൻ്റെ ജീവിതത്തിലെ വലിയ പ്രത്യാശയും ധൈര്യവും പ്രചോദനവുമായിരുന്നു. ഞാൻ ദൈവത്തെ വളരെ അടുത്ത് കണ്ടത് അദ്ദേഹത്തിൻ്റെ എന്നെ കാണിച്ച ചില അനുഭവങ്ങളിലൂടെയാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ജീവിതത്തിൽ ദൈവം തന്ന എല്ലാ നന്മകളും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഒരു വാക്ക് സാക്ഷ്യം പറയുവാൻ നിങ്ങൾ തന്ന വലിയ അവസരം ഓർത്ത് നിങ്ങളോടും അച്ഛനോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും